അനുമോളും പ്രവീണും ഒന്നിച്ചുള്ളൊരു വീഡിയോ ഇപ്പോൾ അനുമോളുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഫുൾ കണ്ടിരിക്കാൻ. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അനുമോളോട് പ്രവീൺ ചോദിക്കുകയാണ്, പുറത്തിറങ്ങിയിട്ട് പലരും നിന്നെപ്പറ്റി പലതും പറഞ്ഞല്ലോ, എന്ത് തോന്നി അതൊക്കെ കേട്ടിട്ട് നിനക്ക്? അപ്പോൾ അനുമോള് പറയുകയാണ്, എനിക്കൊന്നും തോന്നിയില്ല, സ്വയം ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കറിയില്ല എന്താണെന്ന്. അവിടുന്ന് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് എനിക്ക് കപ്പും കിട്ടി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാവരും അറിയണം എന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ, എല്ലാവർക്കും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഇന്ന് നല്ലതെന്ന് പറയുന്ന ആൾക്കാർ നാളെ മോശം പറയും, പിന്നെ വീണ്ടും നല്ലത് പറയും, അങ്ങനെ മാറി മാറി പറയും. എപ്പോഴും നല്ലത് മാത്രം പറയണമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. എനിക്കതൊന്നും താല്പര്യമില്ല. എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അകത്തെ കാര്യങ്ങൾ, ഞാനതൊക്കെ അവിടെ കളഞ്ഞിട്ടാണ് വന്നത്. നമുക്കൊറ്റ ലൈഫല്ലേ ഉള്ളൂ, അത് ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഹാപ്പി ആയിട്ടിരിക്കുക. അല്ലാതെ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തിട്ടിട്ട് നമ്മളെ വെള്ളപൂശാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ആകത്തേ ഉള്ളൂ. ലൈഫിൽ ഒരിക്കലും സന്തോഷം കിട്ടില്ല, നമ്മുടെ സമയവും പോവും, നമ്മുടെ വിലപ്പെട്ട സമയങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എത്ര ഇൻ്റർവ്യൂ വന്നു, ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്നിങ്ങനെ അനുമോള് പറയുമ്പോൾ പ്രവീൺ ചോദിക്കുന്നുണ്ട്, അതെന്താ നീ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കാഞ്ഞത്? അപ്പോൾ അനുമോള് പറയാണ്, എനിക്ക് താല്പര്യമില്ല, എന്തിനാ അവിടെ നടന്നതൊക്കെ പരദൂഷണം പോലെ അവിടെ ചെന്നിരുന്ന് പറയുന്നത്, അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞില്ലേ. ഇപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് പറയാം, അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇപ്പം നെവിൻ എന്നെ വെള്ളം ഒഴിച്ചത് അതൊന്നും അവൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണെന്നൊക്കെ പറയാം. അല്ലാതെ അവൻ മനഃപൂർവ്വം ചെയ്തതാണ്, അവന് രണ്ട് മുഖമുണ്ട്, അങ്ങനെയൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങളെപ്പോഴും മിണ്ടുന്നുണ്ട്, ഞാൻ ജെനുവിനായിട്ടാണ് അവരോടൊക്കെ മിണ്ടുന്നതും സംസാരിക്കുന്നതും. ഒരു മനുഷ്യന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കാര്യം നോക്കി മുൻപോട്ട് പോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്റ്റാർ സിംഗറിൻ്റെ റീലോഞ്ചിന് ചെന്നപ്പോൾ അനുമോൾക്ക് ചിത്ര ചേച്ചി ഒരു ഡയമണ്ട് റിങ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അത് അനുമോൾ കാണിക്കുന്നുണ്ട് വീഡിയോയ്ക്കിടയിൽ. അനുമോളുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, അനുമോൾ അകത്തെങ്ങനെ ആയിക്കോട്ടെ അതൊക്കെ അവിടെ കളഞ്ഞേക്ക്, പക്ഷേ അനുമോളുടെ ഈ ഒരു ക്വാളിറ്റി, അതായത് മറ്റുള്ളവരെ ചെളിവാരി എറിയാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. കാരണം അനുമോള് ഓരോരുത്തരോടും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ഇങ്ങനെ പറഞ്ഞു, അനുമോൾ അങ്ങനെ പറഞ്ഞു. പക്ഷേ അനുമോൾ ഇന്ന് വരെ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും വെളി പറഞ്ഞിട്ടില്ല. ക്യാമറയ്ക്ക് പോലും കിട്ടാത്ത കാര്യങ്ങളാണ് ഓരോരുത്തരൊക്കെ വിളിച്ചു പറഞ്ഞത്, അനുമോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അനുമോളോട് അവരും തിരിച്ചങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നേ വരെ അനുമോൾ അതൊരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകളാണ്. അനുമോൾക്ക് അതൊരു ഇൻ്റർവ്യൂ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മിനിറ്റുകൾക്കുള്ളിൽ മില്യൺ അടിക്കും. ഒന്നും വേണ്ട, അനുമോൾ ജസ്റ്റ് യൂട്യൂബിൽ ലൈവായിട്ട് ഇത് പറഞ്ഞാലും മതി, അത് മില്യൺ വ്യൂസ് കിട്ടും അനുമോൾക്ക്. അതിൽ നിന്ന് അനുമോൾക്ക് കുറേ കാശും കിട്ടും. പക്ഷേ അനുമോൾ ഇന്ന് വരെ അങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല. അത് അനുമോൾ വിളിച്ച് പറയുകയാണെങ്കിൽ അനുമോൾക്കെതിരെ വന്ന് സംസാരിച്ച പലരും നാറും. ഞാനിത് പറയുമ്പോൾ അനുമോൾ ഹേറ്റേഴ്സ് ഇതിൻ്റെ അണ്ടറിൽ വന്ന് കമൻറ്റ് ചെയ്യുമായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്ക് അനുമോളോട് സ്പെഷ്യൽ സ്നേഹം ഒന്നുമില്ല, ഞാൻ അനുമോൾ ഫാനുമല്ല. പക്ഷേ അനുമോൾ ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു ക്വാളിറ്റി, അനുമോളുടെ ഈ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. അനുമോൾക്കെതിരെ വീഡിയോ ഇട്ട ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ട ക്വാളിറ്റിയാണിത്.